ഹായ് ഡിയേഴ്സ്, ഏതു ജന്മകൽപ്പനയിൽ എന്ന സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ലാവണ്യയെ ഒരുക്കി സുന്ദരിയാക്കി സാരിയെ കുടിപ്പിച്ച് അവിടെ നിർത്തിയിട്ട് ശ്രുതി പറയുകയാണ്, ഇനി ലാവണ്യ മേഡം ഇവിടെ നിൽക്കൂ, ഇപ്പോൾ തന്നെ അശ്വൻ സൈറാം വരുന്നുണ്ടാവും, ഞാൻ ഏതായാലും ഇവിടെ നിന്ന് പോവട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകാൻ നിൽക്കുമ്പോഴാണ് അശ്വൻ അങ്ങോട്ടേക്ക് വരുന്ന കാണുന്നത്. പേടിച്ച് ലാവണ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, അയ്യോ ആ കടലുമുട്ടായി അല്ല അശ്വൻ സാർ വരുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ലാവണ്യ പറയുകയാണ്, ആ വാഷ്റൂമിൽ പോയി ഒളിച്ചു നിൽക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ അശ്വൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വൻ ലാവണ്യയെ കാണുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് ലാവണ്യ ഈ കാണിക്കുന്നത്, എന്ത് വേഷമാണിത്, ആര് പറഞ്ഞിട്ടാണ് നിന്നോട് ഈ കോലം കുത്താൻ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, അത് സർ അശ്വൻ സർ എന്നിങ്ങനെ പറയുമ്പോൾ എന്താ നിനക്കതിന് ഉത്തരമില്ലേ, ആരാണ് നിന്നെ ഈ കോലം കെട്ടിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യ ആ വാഷ്റൂമിൻ്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കും. അശ്വനും അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് നോക്കുമ്പോഴാണ് അശ്വൻ കാണുന്നത്. അശ്വൻ ശ്രുതിയെ പിടിച്ചു വലിച്ച് ലാവണ്യയുടെ അടുത്തേക്ക് കൊണ്ടു നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഓ നിന്റെ പണിയാണല്ലേ ആ ലാവണ്യയെ ഈ കോലം കുത്തിച്ചത്, നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെട്ടു പോകരുതെന്ന്, നീ ഒരു ലോ പ്രൊഫൈലുള്ള ഒരു പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ഒരുപാട് വഴക്ക് പറയുകയാണ്. ഇത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കുറവ് എന്നൊക്കെ പറയുമ്പോൾ അശ്വിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അശ്വൻ പറയുന്നുണ്ട്, ഇനി നിന്നെ ഈ വീട്ടിൽ കണ്ടുപോയേക്കത്, ഗെറ്റ് ലോസ്റ്റ് എന്നിങ്ങനെ വഴക്ക് പറയുമ്പോൾ ശ്രുതിക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടക്കാവുന്നുണ്ട്. ലാവണ്യയും ഇത് കേട്ടാകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ലാവണ്യ പറയുന്നുണ്ട്, സർ എന്നിങ്ങനെ പറയുമ്പോൾ അശ്വൻ വഴക്ക് പറയുകയാണ്. എന്നിട്ട് ലാവണ്യ പറയുന്നുണ്ട്, എനിക്കുണ്ട് കുറച്ച് സംസാരിക്കാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാവണ്യ പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് നീ എന്നെ വിവാഹം കഴിക്കണം, ഒരു ലീഗൽ ഉറപ്പുണ്ടെങ്കിൽ അതെനിക്കൊരു സമാധാനമല്ലേ എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കാൻ പോകുന്നതല്ല, നമ്മൾ ഒരു കോൺട്രാക്റ്റ് തയ്യാറാക്കിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്ന് ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയേ എന്നൊക്കെ പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, എത്ര കാലം സർ നമ്മൾ ആ റൂമിലും ഈ റൂമിലായിട്ട് കഴിയും, ഒരു ലീഗൽ ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ ഭാര്യയായിട്ട് താമസിച്ചൂടെ എന്നൊക്കെ പറയുമ്പോൾ സാർ പറയുന്നുണ്ട്, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറയുകയാണ്. ലാവണ്യ പറയുന്നുണ്ട്, എന്നേക്കാൾ വലുതാണോ നിന്റെ ഈ വാക്ക് എന്നിങ്ങനെ ലാവണ്യ ചോദിക്കുമ്പോൾ അശ്വൻ പറയുന്നുണ്ട്, അതെ എനിക്ക് നിന്നേക്കാൾ വലുതാണ് എൻ്റെ വാക്ക്, ആ വാക്കിൽ നിന്നും ഞാൻ ഒരിക്കലും മാറില്ല എന്നൊക്കെ പറയുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, ശരി എന്നാൽ ഇനി ഞാനൊരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല, ഗുഡ് ബൈ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാവണ്യ അവിടുന്ന് പോവുകയാണ്. മുത്തശ്ശിയുടെയും അഞ്ജലിയുടെയും അടുത്ത് ചെന്ന് ലാവണ്യ പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ ശ്രുതിയും അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് സാർ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവള് ഒറ്റൊരുത്തി കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ലാവണ്യ ഇവിടെ നിന്നും പോവുകയാണ്. ഇനി ഇവിടെയും ഈ വീട്ടിൽ കണ്ടുപോകരുത്, അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കണം അഞ്ജലിയോട് പറയുന്നുണ്ട് സാർ. ഇതെല്ലാം കേട്ടിട്ട് ശ്രുതിക്ക് ഒരുപാട് സങ്കടമൊക്കെ ആവുന്നുണ്ട്. മുത്തശ്ശിക്കും അഞ്ജലിക്കും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ സാർ അവിടെ നിന്ന് പോകുമ്പോൾ ശ്രുതി ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. രാത്രി പലതവണ ശ്രുതി ആലോചിച്ച് രാവിലെ ലാവണ്യയെ വിളിച്ച് കാര്യം സംസാരിക്കുന്നുണ്ട്. ലാവണ്യ ഉറച്ച തീരുമാനത്തോടെ പറയുന്നുണ്ട്, ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല, ഈ കാര്യം പറയാനാണെങ്കിൽ എന്നെ നീ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇത് കേട്ട് ശ്രുതിക്ക് ഒരുപാട് സങ്കടക്കാവുന്നതാണ് കാണിക്കുന്നത്.